മെലീത്ത എന്ന ദ്വീപിലേക്ക് അപ്പോസ്തലനാകുന്ന പൗലോസും കൂടെ യാത്ര ചെയ്ത എല്ലാവരും ചെന്ന് കയറുന്നത് സകലതും നഷ്ടപ്പെട്ട് നീന്തിയാണ് കയറുന്നത്. അവിടെ പറയുന്നു, പലരും ചില പലകകളിലൊക്കെ പിടിച്ചാണ് ആ മെലീത്ത എന്ന ദ്വീപിലേക്ക് വന്നു കയറിയത്. എന്താണ് അതിൻ്റെ പുറകിലെ രഹസ്യം? വലിയ അനർത്ഥം ഉണ്ടാകുമെന്നും രക്ഷപ്പെടും എന്നുള്ള ആശ പൂർണ്ണമായിട്ടും നശിച്ചു പോകുന്ന ആ സമയത്ത് അപ്പോസ്തലനാകുന്ന പൗലോസിനോട് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ദൂതൻ ഇറങ്ങി വന്നിട്ട് അവനോട് ആ സംരക്ഷണത്തിൻ്റെ വചനഭാഗങ്ങൾ വ്യക്തമാക്കുകയും ആ വചനത്തെ വിശ്വസിക്കുകയും താൻ മറ്റുള്ളവരോട് അവയെല്ലാം വിളിച്ചു പറയുകയും ചെയ്തു. പിന്നീട് എന്താ സംഭവിക്കുന്നത്? തൻ്റെ കൂടെ ഉണ്ടായിരുന്ന 276 പേരും ജീവനോടെ തന്നെ ശേഷിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നു. അനർത്ഥം അവിടെ സംഭവിച്ചു എങ്കിലും നിശ്ചയമായും പറയട്ടെ, ആ അനർത്ഥത്തിനപ്പുറത്ത് ഒരാളുടെ പോലും ജീവന് ഒരു ഹാനിയും വരാതെ കർത്താവ് അവിടെ സൂക്ഷിക്കുകയും എന്താണോ അവർക്ക് നഷ്ടപ്പെട്ടു പോയത് അതിലും ശ്രേഷ്ഠമായ നിലയിൽ അടുത്ത പുറപ്പാടിന് വേണ്ടി അടുത്ത കപ്പൽ ഉൾപ്പെടെ കർത്താവ് അവന് വേണ്ടി സെറ്റ് ചെയ്ത് കൊടുത്തു എങ്കിൽ, പ്രിയ ദൈവമേ, നിന്റെ ജീവിതയാത്രയ്ക്കകത്ത് പ്രതികൂല സാഹചര്യങ്ങൾ കടന്നു വരുമ്പോൾ, പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ കർത്താവിനെ പഴിക്കാൻ നിൽക്കാതെ, കർത്താവ് വാഗ്ദത്തം പറഞ്ഞിട്ടും എന്താ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് പറഞ്ഞ് പുലപിച്ചുകൊണ്ടിരിക്കാതെ, കരഞ്ഞുകൊണ്ടിരിക്കാതെ നീ കേട്ട വാഗ്ദത്തത്തിനനുസരിച്ച് ചുവട് വെക്ക്. ചിലതൊക്കെ നിന്റെ ജീവിതത്തിൻ്റെ മേൽ നഷ്ടമായി പോയേക്കാം, എന്നാൽ അതിലും ശ്രേഷ്ഠമായത് തന്നു മാനിക്കാൻ ആ നല്ല കർത്താവ് ശക്തനാണെന്ന് മറന്നു പോകരുത്. അതിന് അപ്പോസ്തലപ്രവൃത്തി 27-ഉം 28-ഉം ഈ 2 അധ്യായങ്ങളും നിങ്ങൾ പ്രാർത്ഥനാപൂർവം വായിച്ചാൽ മനസ്സിലാകും. 27-ാം അധ്യായത്തിൽ നാം കാണുന്നത് അപ്പോസ്തലനാകുന്ന പൗലോസിനെ മറ്റുള്ളവരെല്ലാവരും കാണുന്നത് ഒരു ജയിൽ പുള്ളിയുടെ സ്ഥാനത്താണ്. 28-ാം അധ്യായത്തിലേക്ക് കാണുന്നത് താൻ മൂലമാണ് ഇവർ രക്ഷപ്പെട്ടതെന്നും താൻ മൂലമാണ് അവരിപ്പോൾ റോമയിലേക്ക് യാത്ര ചെയ്യുന്നത് എന്നുമുള്ള വ്യക്തമായ ബോധ്യവും ദൈവപ്രവൃത്തിയും വ്യക്തതയേറിയ നിലയിൽ കണ്ടുകൊണ്ടാണ് ഇവർ യാത്ര ചെയ്യുന്നത്. അവിടെയുള്ള യാത്ര എല്ലാവരും ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടുള്ള യാത്രയാണ്. പ്രിയ ദൈവവേദനെ, നിന്റെ ജീവിതത്തിൽ കണ്ണുനീര് വന്നേക്കാം, പക്ഷേ ആ കണ്ണുനീരിന് അധിക ആയുസില്ല എന്നാണ് ഈ വചനത്തിൽ കൂടെ ഞാൻ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് കർത്താവിനെ വിശ്വസിച്ച് മുമ്പോട്ട് യാത്ര ചെയ്യുക. കർത്തൻ വിളിച്ചു പറഞ്ഞ പദം ഓർമ്മയില്ലേ? ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എന്നാൽ ആ കഷ്ടത്തെ ജയിച്ചിട്ട് ഞാൻ നിൽക്കുന്നത്. അതുകൊണ്ട് എൻ്റെ സമാധാനം ഞാൻ നിങ്ങളുടെ മേൽ തന്നേച്ചു പോകുന്നു. ആ സമാധാനത്തിൽ യാത്ര ചെയ്യുവാൻ കർത്താവ് നമ്മെ സഹായിക്കും. ഐ ബ്ലസ് യു ജീസസ് നെയിം. ആമേൻ.